ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചായക്കട സ്പെഷ്യലായിട്ടുള്ള നെയ്വടയുടെ റെസിപ്പിയാണ്. ഇത് ആട്ടപ്പൊടിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കപ്പളവില്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിന് അങ്ങോട്ട് അളന്നെടുത്താൽ മതി. അപ്പോൾ സാധാരണ ഗോതമ്പ് പൊടിയല്ല, ആട്ടപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പസോഡയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് സോഡാപ്പൊടി എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന തവിടുണ്ടല്ലോ, അതങ്ങോട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആട്ടപ്പൊടി ആകുമ്പോൾ തവിട് വളരെ കുറവായിരിക്കും കേട്ടോ. സാധാരണ ഗോതമ്പ് പൊടിയാണെങ്കിൽ നല്ല തവിടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, മുഴുവനായിട്ട് തന്നെ എടുത്താൽ മതി. ഇനി ഇതിൻ്റെ നടുഭാഗത്തൊരു കുഴിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ മുട്ട ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പ് അധികം പുളിപ്പില്ലാത്ത തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി 4 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് നമ്മൾ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നെയ്യ് തന്നെ ചേർക്കട്ടെ, അതിന് പകരം നിങ്ങൾ ഓയിൽ ചേർക്കരുത്. ചിലർ ഡാൽഡ ചേർക്കാറുണ്ട്. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വീട്ടിൽ ചെയ്യുമ്പോൾ നെയ്യാണ് നല്ലത്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നനവ് മാത്രം മതി ഈ ഒരു പൊടി നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവ് വരില്ല. ഇനി അഥവാ പൊടിയുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വെള്ളത്തിൻ്റെ കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം പാലൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. വെള്ളം ഒരിക്കലും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ ആ കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു 3 ഏലക്ക പൊടിച്ചതാണ് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു നൂൽപ്പരുവാകുക അങ്ങനെയൊന്നും വേണ്ട. അതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെ കയ്യിൽ ഒട്ടി പിടിക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ആ നൂൽപ്പരുവാകുന്നതിൻ്റെ മുമ്പുള്ള ആ ഒരു സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഈ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട് മാവ് കുഴച്ച് വെച്ചത്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. വലുതോ ചെറുതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതുപോലെ ആക്കിയിട്ട് ഇതിൻ്റെ നടുഭാഗത്തൊരു ഹോളാക്കിയിട്ട് വടയുടെ ഷേപ്പ് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഓയിൽ ചൂടാക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുകയാണ് നല്ലത്. വെളിച്ചെണ്ണയുടെ ആ ഒരു കുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാറിൽ വരും. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ഓയിലിൽ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് വടയുടെ ഷേപ്പ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ചൂടായിട്ടുള്ള ഓയിലിൽ ഓരോന്നിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഓയിൽ നല്ല പോലെ ചൂടായിട്ട് നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ, എന്നിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കണ്ട് കരിയും, ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ ചേർത്ത കാരണം തന്നെ എണ്ണ ഒട്ടും തന്നെ ഉള്ളിലേക്ക് ആവില്ല. അപ്പോൾ നല്ല പോലെ ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയം വരെ ഫ്രൈ ആക്കി എടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഷുഗർ സിറപ്പും കൂടെ ഒന്ന് തീ ഓണാക്കി വെക്കുക കേട്ടോ. ചൂടുള്ള സിറപ്പിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലും ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ പഞ്ചസാരയുടെ ആ പാനി കയറുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രൈ ആക്കി കോരുന്ന സമയത്ത് തന്നെ മറ്റൊരടുപ്പത്ത് നമ്മുടെ ഷുഗർ സിറപ്പും കൂടെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കിയത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ, എന്നാലേ അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നല്ല പോലെ തന്നെ പഞ്ചസാരയുടെ ആ ഒരു ഇത് ആവുള്ളൂ. ഒരടുപ്പത്ത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരടുപ്പത്ത് നമുക്ക് പഞ്ചസാരപ്പാനി അവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ആ ഒരു നെയ്വട ഒരു ഭാഗം ഒന്ന് കുറച്ച് സമയമാക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും നല്ല പോലെ തന്നെ ഷുഗർ സിറപ്പ് കയറിക്കോളും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇതാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ആയി കിട്ടും. അപ്പോൾ ബാക്കിയുള്ള വടയും കൂടെ ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇട്ടതിന് ശേഷം നമുക്കിത് പഞ്ചസാരപ്പാനിയിൽ നിന്ന് കോരി മാറ്റാം. ഇത് കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ് കേട്ടോ. ചൂടോട് കൂടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ബേക്കറി ഐറ്റംസൊക്കെ എപ്പോഴും തണുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു നെയ്വടയാണ്. ഞാനൊന്ന് പൊട്ടിച്ചിട്ടും കൂടെ കാണിക്കട്ടെ. അപ്പോൾ ഉൾഭാഗത്ത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് തന്നെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദിവസം നമുക്ക് കേടാകാണ്ട് വെക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, നമുക്ക് വെക്കാനൊന്നും അത്ര ഉണ്ടാവില്ല. കുട്ടികളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അപ്പൊക്കെ തന്നെ തിന്ന് തീർക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.